ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ലിറ്റിൽ ഹാർട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡെസ്ക് മേക്ക് ഓവറാണ്. ഇതിന് മുന്നേ നമ്മൾ ഡെസ്ക് മേക്ക് ഓവറൊക്കെ ചെയ്തിട്ടുണ്ടെന്നറിയാം, 2 പ്രാവശ്യമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞ് ഇപ്പം സ്കൂളൊക്കെ അടച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ഒരു മേക്ക് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചു. മേക്ക് ഓവർ എന്ന് പറയുമ്പോൾ ഫുള്ള് പൊടിയൊക്കെ തുടച്ച് എല്ലാ അടിയിലത്തെ ആ ഒരു ഷെൽഫിലുള്ള എല്ലാം എടുത്ത് മാറ്റി എല്ലാം ഒന്ന് അടുക്കി ഒതുക്കി വെച്ച് അങ്ങനെ ഒരു മേക്ക് ഓവറാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ അടിയിലത്തെ ഈ 2 ഷെൽഫിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനകത്തുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ എടുത്ത് മാറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു ഷെൽഫിന് ഇപ്പോൾ നമ്മൾ എടുത്ത് മാറ്റിയ സ്ഥലത്തുള്ളത് ക്രാഫ്റ്റ് ഐറ്റംസും, ഇപ്പം താഴത്തെ ഇപ്പോൾ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്കൂളിൽ കൊണ്ടുപോകുന്ന ബുക്സും കാര്യങ്ങളൊക്കെയാണ്. എല്ലാം എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ പിന്നെയുള്ള കാര്യം പൊടിയെല്ലാം ഒന്ന് തുടയ്ക്കലാണ്. അപ്പോൾ ഞാൻ ബാക്കും ഫ്രണ്ടും അങ്ങനെ എല്ലാ തരത്തിലുള്ള പൊടിയും തുടയ്ക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. സ്റ്റഡി ടേബിളിൽ ഫുള്ള് പൊടിയും ഒന്ന് തുടച്ച് ക്ലീൻ ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ 2 സൈഡിലും നമ്മൾ എടുത്ത് മാറ്റിയതെല്ലാം അതുപോലെയല്ല, കുറച്ചൊക്കെ അറേഞ്ച്മെൻറ്റ് മാറ്റിയിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഡയറി എല്ലാം എടുത്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒന്നും മറക്കൂലല്ലോ അല്ലേ? അപ്പോൾ അങ്ങനെയാണ് വിചാരിക്കുന്നത്. ലൈക്ക് ചെയ്യാനും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഡ്രോയിങ് ബുക്ക് എല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ വരച്ച് കഴിഞ്ഞ ഡ്രോയിങ് ബുക്കൊക്കെ കാണിക്കണമെന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഷോർട്ട് വീഡിയോ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം ഒന്ന് ഒതുക്കി വയ്ക്കുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, ഒരുപാട് ക്രാഫ്റ്റ് ചെയ്യാനായിട്ടുള്ള ഐഡിയാസൊക്കെ ആ ഒരു ടൈമിലാണ് കിട്ടുന്നത്. ഇപ്പോൾ എടുത്ത് തട്ടിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കീ ചെയിനും അത് ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് ഞാൻ ആ ഒരു ഷെൽഫിൻ്റെ ആ ഒരു ഡോറിൻ്റെ സൈഡിലായിരുന്നു ഇങ്ങനെ തൂക്കി ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിനകത്ത് കുറച്ച് മിനി ബുക്കുണ്ട്, അതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കീ ചെയിൻ ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ ഒരു ചെറിയ ഒരു സാധനത്തിനാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ സ്കൂളിപ്പം 10 ദിവസത്തേക്ക് അടച്ചപ്പോഴേക്കും ഞാൻ ബാഗിനകത്തിരുന്ന പൗച്ചും എല്ലാ കാര്യങ്ങളൊക്കെ എടുത്ത് സ്റ്റഡി ടേബിൾ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം സ്കൂൾ തുറക്കുന്നതിന് തലേദിവസമൊക്കെ ആയിരിക്കും എല്ലാം എടുത്ത് ബാഗിനകത്ത് തിരിച്ച് വയ്ക്കുക. അപ്പോൾ സ്റ്റഡി ടേബിളിലെ മിക്ക കാര്യങ്ങളൊന്നും ഒഴിയും. പൗച്ചൊക്കെ സ്റ്റഡി ടേബിളിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ കിൻഡർ ജോയിൽ കൂടെ കിട്ടിയ കീ ചെയിനും എല്ലാം ഉണ്ട്. എന്നിട്ടത് ഇതുപോലെ ഈ ഒരു സൈഡിൽ ഹാങ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തത് ഈ ഒരു ഫയലിനെ പറ്റി പറയാനാണെങ്കിൽ ഇതിനകത്താണ് എൻ്റെ എല്ലാ ക്രാഫ്റ്റ് ചെയ്യുന്ന പേപ്പറും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ഇതൊന്ന് ഒതുക്കിയെടുക്കണമെന്നുള്ളതായിരുന്നു ഒരു കാര്യം. ഇത് ഭയങ്കര പാടായിരുന്നു. ഇതായിരുന്നു ഏറ്റവും ഒതുക്കാനായിട്ട് പാടുണ്ടായിരുന്നത്. എന്തായാലും അത് ഒതുക്കിയെടുത്തു. അത് ഞാൻ വലുതായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇതുപോലെ സ്കൂളിലെ എല്ലാ ബുക്സും ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കാര്യം കഴിഞ്ഞു. ഇനി നമ്മൾ മുകളിലോട്ട് ഡ്രോയിലോട്ടൊക്കെ നമുക്ക് പോകാം ഒതുക്കാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും ഇനി ഒതുക്കാറുള്ളൊരു സംഭവമാണ് ഈ ഡ്രോ എന്ന് പറയുന്നത്. ഇപ്പോൾ കുറച്ച് മുന്നേ ആയുള്ളൂ ഇത് ഒതുക്കിയിട്ട്. എന്നാലും ഇതൊന്നും കൂടെ ഒതുക്കണമെന്ന് തോന്നി, കാരണം പിന്നെ അത് കുളമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതും പൊടിയൊക്കെ തുടച്ച് ഒന്നും കൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സംഭവത്തിനകത്ത് വാഷി ടേപ്സൊക്കെ ഇട്ട് വയ്ക്കുന്നുണ്ട്. പിന്നെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ തെറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് ക്ഷമിച്ചേക്കണം. പിന്നെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്വർണ്ണമൊന്നുമല്ല, ഞാൻ സ്വർണ്ണം പോലെ കൊണ്ടു നടക്കുന്ന കവായ് സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ അതൊക്കെ ഞാൻ അതുപോലത്തെ ഒരു സംഭവത്തിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ മാറ്റുന്നുണ്ട്, എന്നിട്ട് വേറെയിലോട്ട് ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ നമ്മളധികം ലോങ് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാറില്ല, കൂടുതലായിട്ടും ഷോർട്ട് വീഡിയോസൊക്കെയാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കാറ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വെച്ച് അനിയത്തിയാണെങ്കിൽ കുന്നിൽ പോകുന്ന ഒരു ഷോപ്പിംഗ് വ്ലോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അവൾ ആ ഒരു ഷോപ്പിംഗ് വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം പിന്നെ എനിക്കും ലോങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ചെറിയൊരു ത്വര. അങ്ങനെയാണ് ഈ ലോങ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഇനിയും ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഏതായാലും കവായ് സ്റ്റിക്കേഴ്സൊക്കെ നമ്മൾ വേറൊരു പൗച്ചിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതും കൂടെ എടുത്ത് വെക്കുന്നുണ്ട്. എല്ലാം ഡ്രോയ്ക്കകത്ത് അറേഞ്ച് ചെയ്തിട്ടൊക്കെ വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ അനിയത്തി അവിടെ ഇരുന്ന് എന്തൊക്കെയോ വരച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. എന്തൊക്കെ നെയിം സ്ലിപ്പ് പോലത്തെയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ടോപ്പ് ഭാഗങ്ങളൊക്കെ ഒന്ന് തുടച്ച് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ ഞാൻ എപ്പോഴും മേക്ക് ഓവർ ചെയ്യുന്നൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വലിയ മേക്ക് ഓവറൊന്നും കൊടുക്കാനായിട്ട് നിന്നില്ല. എന്തായാലും ഇങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫെയറി ലൈറ്റും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്.
എത്ര വെച്ചാലും ശരിയാവാത്ത കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചൊക്കെ ഒരുപാട് തവണ വെച്ച് നോക്കിയിട്ടാണ് വെച്ച് സെറ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഞാൻ ഈ വാൾ പോസ്റ്റേഴ്സ് ഒന്നും ഇളക്കി എടുത്തിട്ട് എല്ലാം കൂടെ ഒട്ടിക്കാൻ പിന്നെയും ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ഞാൻ നേരത്തെ പറഞ്ഞൊന്നും മറക്കണ്ട. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.